ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് നല്ല മൊരിഞ്ഞ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കുഞ്ഞുകുഞ്ഞായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 3 ചെറിയ മീഡിയം സൈസിലുള്ള സവാളയാണ്. അപ്പോൾ അത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഫുള്ള് എന്താ പറയുക വേർതിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ, മിക്സാക്കിയിട്ട് ഇങ്ങനെ. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ എന്താ പറയുക ഉള്ളിവട കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് അരിപ്പൊടിയാണ്, അപ്പോൾ പച്ചരിപ്പൊടിയാണ്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡറില്ല, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറാണ്, അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോകാനൊന്നും പാടില്ല. ഈ ഒരു തിക്കിൽ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പോലെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു എന്താ പറയുക ഇത് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മുക്കിപ്പൊരിക്കുന്ന ആ രീതിയിലുള്ള ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൊരിഞ്ഞ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്താൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.